Welcome to Blessing Today. Blessing Today-യിലേക്ക് സ്വാഗതം. I believe the Lord is going to do something big in your life today. ഇന്ന് കർത്താവ് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ്. It could be opening of a new door. പുതിയ ഒരു വഴി തുറക്കപ്പെടാൻ പോവുകയാണ്. Could be a financial miracle. അല്ലെങ്കിൽ അതൊരു പക്ഷേ ഒരു സാമ്പത്തിക അത്ഭുതമായിരിക്കാം. Could be a spiritual breakthrough. അല്ലെങ്കിൽ അതൊരു ആത്മീകമായിട്ടുള്ള ഒരു വിടുതലാകാം. Whatever it is, according to your need and according to the will of God, something is going to happen in your life today. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ആവശ്യം അറിഞ്ഞ് എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ്. Your expectancy, your hope, your faith can attract God. ഓർക്കുക, നിങ്ങളുടെ പ്രതീക്ഷകൾ, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ പ്രത്യാശ ഇതെല്ലാം ദൈവത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. Hallelujah. Hallelujah. We are going to pray for today's sponsors. ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. Amen. ആദ്യത്തെ നമ്മുടെ സ്പോൺസർ തമിഴ്നാട് നിന്ന് ഒരു വെൽവിഷറാണ്. Oh, wonderful well-wisher from Tamil Nadu. Thank you. ഭർത്താവും മക്കളും മനസാന്തരപ്പെട്ട് യേശുവിനെ അവരുടെ ജീവിതത്തിലെ രക്ഷകനായി സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബം യേശുവിന്റെ സ്നേഹത്തിന് കീഴടങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സത്യത്തിലും വചനത്തിലും അനുസരിച്ച് ദൈവത്തെ അനുസരിച്ച് നടക്കുവാൻ, ദൈവവചന ഹൃദയത്തിൽ എഴുതപ്പെടുവാൻ വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അടുത്ത നമ്മുടെ സ്പോൺസർ തിരുവനന്തപുരത്ത് നിന്ന് ഷീന ആണ്. Thank you so much, Sheena. കർത്താവെ, ജോലി ലഭിക്കുന്നതിനായിട്ടും കർത്താവെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, കടഭാരം മാറുവാൻ അങ്ങ് കൃപ ചെയ്യണമേ. മകൻ അഞ്ജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതോടൊപ്പം സഹോദരന്റെ മകൻ ആകർഷിനു വേണ്ടിയും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. 10ാം ക്ലാസ്സിലെ എക്സാമിൽ ഉന്നത വിജയം ലഭിക്കുവാൻ കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിനായി കൂടെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. ആമേൻ. Thank you so much, all sponsors. എല്ലാ സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായ നന്ദി. Now it is worship time. ഇനി ഇത് ആരാധനയ്ക്കുള്ള സമയമാണ്. Over to Blessing Today worship team. ബ്ലെസ്സിംഗ് ടുഡേ വർഷിപ്പ് ടീമിനോടൊപ്പം നമുക്ക് ആരാധിക്കാം. ഞങ്ങളെല്ലാം ചേർത്തടിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. വചനം ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഹല്ലേലൂയ. 2 കരങ്ങളും ചേർത്തടിക്കുമ്പോൾ തന്നെ ഒന്ന് പ്രാർത്ഥനയോടെ കർത്താവിനോട് പറയാമോ? ദൈവത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അധികാലത്തിൽ സകല ജഡത്തിന്റെ മേലും പകരുമെന്ന് പറഞ്ഞ വാഗ്ദത്തം പരിശുദ്ധാത്മേനെ അധികമായി കർത്താവേ ഞങ്ങളുടെ മേൽ നയിക്കണമേ. 2 കരങ്ങളും ശക്തിയോടെ ചേർത്തടിച്ചുകൊണ്ട് ധൈര്യമായി വിളിക്കാം അപ്പാ പിതാവേ പുതുജീവനെ
ആശയോടെ ധൈര്യമായി വിളിക്കാം അപ്പാ പിതാവേ. പെരുന്നതിയാ ഒഴുകണമേ, പിന്മഴയാ പെയ്യണമേ. പെരുന്നതിയാ ഒഴുകണമേ, പിന്മഴയാ പെയ്യണമേ. അവസാനമായി പെരുന്നതിയാ നീ ഒഴുകണമേ യേശുവേ, പിന്മഴയാ പെയ്യണമേ. We are going to start with one verse from the book of Psalms. ഇന്ന് നമ്മൾ ഒരു സങ്കീർത്തനത്തിലെ ഒരു വചനത്തിൽ നിന്ന് തുടങ്ങാൻ പോകുകയാണ്. Psalm 51 സങ്കീർത്തനം 51 and verse number 5. അതിന്റെ 5-ാമത്തെ വചനം. Behold, I was brought forth in iniquity, and in sin my mother conceived me. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. David is writing these lines. ദാവീദ് ഈ വരികൾ എഴുതുകയാണ്. He was a man who had received wisdom from the Lord. Holy Spirit was upon him. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് ജ്ഞാനം ലഭിച്ച ഒരു വ്യക്തിയാണ് ഈ ദാവീദ്. And he says, I was brought forth in iniquity. ഇദ്ദേഹം പറയുകയാണ്, ഞാൻ അകൃത്യത്തിൽ ഉരുവായി. Now this is true with all human conception. ഇത് മാനുഷികമായിട്ടുള്ള ഗർഭധാരണത്തിന്റെ കാര്യത്തിൽ ഇത് വളരെ കൃത്യതയുള്ള ഒരു കാര്യമാണ്. Every child that is formed in iniquity or in sinfulness. ഓരോ കുഞ്ഞും ഉരുവാകുന്നത് അകൃത്യത്തിൽ അല്ലെങ്കിൽ പാപത്തിൽ ആണ്. That means from birth, from the time of conception, the element of sin is integrated into that little life. അതിന്റെ അർത്ഥം ഒരു കുഞ്ഞിൻ ഗർഭധാരണം നടക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഗർഭധാരണം സംഭവിക്കുമ്പോൾ മുതൽ ആ പാപത്തിന്റെ ഒരു കണിക ആ കുഞ്ഞിനകത്തൂടെ വളരുകയാണ്. This started in the Garden of Eden. അത് തുടങ്ങിയത് ഏദൻ തോട്ടത്തിൽ വെച്ചാണ്. From the fall of man, it is like that. Generation after generation, every child, every baby is formed in sinfulness. മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം തലമുറകൾക്ക് ശേഷം ഓരോ തലമുറയായി ഓരോ കുഞ്ഞും പിറന്നു വീഴുമ്പോൾ പാപത്തിന്റെ കണികയുമായിട്ടാണ് ആ കുഞ്ഞ് പിറന്നു വീഴുന്നത്. Now this is explained in Romans 3 verse number 23 also. ഇത് വളരെ വ്യക്തമായി വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വചനത്തിലാണ്. For all have sinned and fall short the glory of God. അവിടെ നാം കാണുന്ന എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് നഷ്ടമാക്കിയിരിക്കുന്നു. All means all. എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും. That means you and me and we all. അതിന്റെ അർത്ഥം നിങ്ങളുണ്ട്, ഞാനുണ്ട്, നമ്മൾ എല്ലാവരും. Former generations, the present generation and the coming generation. മുൻകാല തലമുറകളും ഇപ്പോൾ ഉള്ള തലമുറകളും ഇനി വരുവാൻ പോകുന്ന തലമുറകളും ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു. But എന്നാൽ, everybody say but. എന്നാൽ എന്ന് എല്ലാവരും ഒന്ന് പറയാമോ? Everybody put in that live chat but. ഈ സമയത്ത് ലൈവ് ചാറ്റിൽ എല്ലാവരും ഇടുക ബട്ട്, എന്നാൽ. The universal truth says all people, the entire humanity, every child, every baby girl, baby boy, all children who are formed in sinfulness. സാർവത്രികമായിട്ടുള്ള സത്യം എന്നുള്ളത് എല്ലാ വ്യക്തികളും, എല്ലാ പുരുഷന്മാരും, എല്ലാ സ്ത്രീകളും, എല്ലാ കുഞ്ഞുങ്ങളും, അത് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, പിറന്നു വീഴുന്ന ഓരോ വ്യക്തികളും പാപത്തിലാണ് ഉരുവായിരിക്കുന്നത്. Then again say but. എന്നാൽ വീണ്ടും പറയുകയാണ് എന്നാൽ. Again say but. വീണ്ടും പറയാമോ? എന്നാൽ. Everybody say but. എല്ലാവരും ഒന്ന് പറഞ്ഞേ എന്നാൽ. There is one exceptional case. എന്നാൽ ഈ കാര്യത്തിൽ ഒരു പ്രത്യേക കേസ് ഉണ്ട്. That is mentioned in Luke 1:34 and 35. ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 34-35 വചനഭാഗത്താണ്. How will this be? Mary asked the angel, since I am a virgin.
The angel answered, the Holy Spirit will come on you, and the power of the Most High will overshadow you. So, the Holy One to be born will be called the Son of God. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. The Holy One to be born. This is also about the conception of Jesus Christ. And the angel says, the holy child, the holy baby, the Holy One to be born will be called the Son of God. Not a prophet, not a priest, not just a king, but the Son of God. ഇവിടെ പറയുകയാണ്, ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വരുമ്പോൾ മറിയായെ ഒരു വിശുദ്ധ പ്രജ, ഒരു വിശുദ്ധ ശിശു, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിശുദ്ധ ശിശു ജനിക്കപ്പെടാൻ പോകുകയാണ്. He is the only one exceptional case who was formed without sin. അവർക്ക് പാപത്തിലൂടെ അല്ലാതെ ഉരുവാക്കപ്പെട്ട വ്യത്യസ്തതയുള്ള ഒരു കേസ് എന്ന് പറയുന്നത്, പ്രത്യേകമായിട്ടുള്ള കേസ് ആയിരുന്നു യേശുവിന്റെ ജനനം എന്നുള്ളത്. Why? Because Jesus was not born through physical union of a man and a woman. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ സ്ത്രീയുടെയും പുരുഷന്റെയും ശാരീരിക ബന്ധത്തിൽ നിന്നല്ല യേശു കർത്താവ് ഉടലെടുത്തത്. The process is clearly mentioned here. ഈ പ്രക്രിയ ഇവിടെ വളരെ വ്യക്തമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. First of all, Mary is wondering, how will this be since I am a virgin, I am not married, I don't know any man. കാരണം ഇവിടെ മറിയ പറയുന്നത്, ഇതെങ്ങനെ സംഭവിക്കും, ഞാനൊരു കന്യകയാണ്, ഞാനൊരു പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്തവളാണ്. The answer from the angel, the Holy Spirit will come on you, and the power of the Most High will overshadow you. Then the Holy One to be born will be called the Son of God. എന്നാൽ ദൈവത്തിന്റെ ദൂതൻ പറയുന്ന, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, അപ്പോൾ നിന്നിൽ നിന്ന് വിശുദ്ധ ഒരു സന്താനം, ഒരു പ്രജ ഉത്ഭവിക്കും, അവൻ ദൈവപുത്രൻ എന്ന് പേർ വിളിക്കുന്നവനായിരിക്കും. This was the announcement of the angel to Mary. ഇതായിരുന്നു മറിയയോടുള്ള ഒരു ദൂതന്റെ അനൗൺസ്മെന്റ് എന്നുള്ളത്. Now come with me to Matthew chapter 1. ഇനിയിപ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് Verse number വന്നാൽ 20 and 21. അതിന്റെ 20-21 വചനങ്ങൾ. But after he had considered this, an angel of the Lord appeared to him in a dream and said, Joseph, son of David, do not be afraid to take Mary home as your wife, because what is conceived in her is from the Holy Spirit. She will give birth to a son, and you are to give him the name Jesus, because he will save his people from their sins. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. Now this is the announcement of the angel to Joseph, who became the foster father of Jesus. യേശുവിന്റെ വളർത്തു പിതാവായി പിന്നീട് മാറ്റപ്പെട്ട യോസഫിനോട് ദൈവത്തിന്റെ ദൂതന്മാർ അനൗൺസ്മെന്റ് നടത്തിയ കാര്യമാണ് നാം ഇവിടെ വായിച്ചത്. What was the announcement? എന്തായിരുന്നു ആ ഒരു അനൗൺസ്മെന്റ്? It says, Joseph, son of David, do not be afraid to take Mary home as your wife. That means till that time he had not received Mary as his wife. This was before they came together. അതിന്റെ അർത്ഥം, യോസഫേ, നിന്റെ ഭാര്യയായിട്ട് ഈ മറിയെ സ്വീകരിക്കുവാൻ നീ ഒരിക്കലും ശങ്കിക്കേണ്ട ആവശ്യം ഇല്ല. എന്തെന്ന് ചോദിച്ചാൽ, അതിനു മുന്നേ ഇവൾ തന്റെ ഭാര്യയായിട്ട് തീർന്നിട്ടില്ലായിരുന്നു. Yes. Now, then he says, what is conceived in her is from the Holy Spirit. പിന്നീട് ഈ ദൂതൻ പറയുന്നത്, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. No man is behind this. ഒരു മനുഷ്യനും ഇതിന്റെ പിറകിലില്ല. The Holy Spirit is behind this. അതിന്റെ പിറകിലുള്ളത് പരിശുദ്ധാത്മാവ് മാത്രമാണ്. So
this son, only this son in the entire history, after all the ages, in all the ages, only one person was born like this in the supernatural way, without a man and woman coming together. There was a supernatural birth, and the reason behind was the Holy Spirit, the creative power of God. ഒരു പുരുഷനും സ്ത്രീയും സംയോജിക്കാതെ ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറയുന്നത് മനുഷ്യ ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ തന്നെ അമാനുഷിക തലത്തിൽ നടന്നപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അവിടെ പരിശുദ്ധാത്മാവിനാൽ ഉൽപാദിതമായിട്ടുള്ള ഒരു വിശുദ്ധ സന്താനമാണ് ഇവിടെ പിറന്നിരിക്കുന്നത്. David says his mother conceived him in sin. ദാവീദ് പറഞ്ഞു, എൻ്റെ അമ്മ അകൃത്യത്തിൽ ഞാൻ ഉരുവായിരിക്കുന്നു. And all the mothers, all the fathers, all people were born in sin. That means carrying the sinful nature. എല്ലാ പുരുഷന്മാരും എല്ലാ സ്ത്രീകളും അവർ ജനിച്ചിരിക്കുമ്പോൾ അവർ പാപത്തിന്റെ കണികയുമായിട്ടാണ് അവർ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണിരിക്കുന്നത്. But Jesus had a sinless birth. എന്നാൽ യേശുവിന് പാപരഹിതമായിട്ടുള്ള ഒരു ജനനമാണുള്ളത്. Sinless conception, sinless growth in the mother's womb, Mary's womb, sinless birth and sinless growth as a child. ഓർക്കുക, യേശുവിൻ്റെ കാര്യത്തിൽ പാപരഹിതമായിട്ടുള്ള ഗർഭധാരണം, പാപരഹിതമായി തന്നെ ഗർഭത്തിനകത്തുള്ള വളർച്ച, പാപരഹിതമായിട്ടുള്ള ജനനം, പാപരഹിതമായിട്ടുള്ള പുറമേയുള്ള വളർച്ച, ഇതൊക്കെയാണ് നമുക്ക് യേശുവിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത്. In other words, what we can understand is, as Jesus was growing as a little boy, he never lied, he never stole anything, he never was disobedient, he never thought anything filthy or anything wrong. In thoughts, in words, in deeds, in his essence, in everything, in his total personality, he was sinless or holy. ഓർക്കുക, അതിൻ്റെ അർത്ഥം യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൽ താൻ ശിശുവായിരുന്നപ്പോൾ, താൻ വളർന്ന് ബാലനായിരുന്നപ്പോൾ, താൻ യുവാവായിരുന്നപ്പോൾ, തൻ്റെ ഒരു പ്രായത്തിലും താൻ ഒരു നുണ പറയുകയോ താൻ മോഷ്ടിക്കുകയോ ഒന്നും ചെയ്യാത്ത, പാപം ചെയ്യാത്ത ഒരു വ്യക്തിയായിരുന്നു. We all face the inbuilt problem of sinfulness. നമുക്കെല്ലാവർക്കും തന്നെ അകമേ തന്നെ പാപം ചെയ്യുന്ന ഒരു പ്രകൃതമുണ്ട്. Because when a baby is born, oh, such a nice, lovely, innocent baby. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ എത്ര നിഷ്കളങ്കനായ മനോഹരമായിട്ടുള്ള കുഞ്ഞാണിത് എന്ന് നമുക്ക് തോന്നും. But 2 years, 3 years, little by little, the baby becomes mischievous, telling lies, stealing things, and doing a lot of disobedience to the parents. എന്നാൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നുണ പറയുകയും മറ്റു കാര്യങ്ങൾ മോഷ്ടിക്കുകയും മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന പാപത്തിന്റെ സ്വഭാവ പ്രകൃതമുള്ള കുഞ്ഞുങ്ങളായിട്ട് അവർ വളരുകയാണ്. Even before going to any pre-KG or LKG or UKG or any other play school, without even somebody deliberately training the child to sin, the child automatically by default it sins. ഓർക്കുക, ഒരു കുഞ്ഞ് ഒരു pre-KGയിലേക്കോ LKGയിലേക്കോ മറ്റോ പോകുന്നതിന് മുന്നമേ, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മാതാപിതാക്കൾ പാപം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാതിരിക്കുമ്പോൾ പോലും തനിയെ സ്വയമേ കുഞ്ഞുങ്ങൾ പാപം ചെയ്യാൻ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങുകയാണ്. The only exceptional case was Jesus Christ. എന്നാൽ ഈ കാര്യത്തിൽ വ്യത്യസ്തമായ ഒരു കേസ് എന്ന് പറയുന്നത് യേശുവിന്റെ ജീവിതം മാത്രമാണ്. Oh my dear brothers and sisters, I call your attention to the holiness of the Lord Jesus today. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ യേശുവിൻ്റെ വിശുദ്ധിയിലേക്ക് ഞാനിപ്പോൾ കൊണ്ടുവരികയാണ്. Hebrews chapter 4 and verse number 15. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വചനം. For we do not have a high priest who is unable to empathize with our weaknesses, but we have one who has been tempted in every way, just as we are, yet he did not sin.
നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. So all these days I've been telling you that Jesus came as a man. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത് ഒരു മനുഷ്യനായിട്ടായിരുന്നു. That means he became the member of the human family. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് അവൻ ഈ ഭൂമിയിലേക്ക് വന്നത്. That means he had all kinds of external organs and internal organs that we have today in our bodies. ഇന്ന് മനുഷ്യർക്കുള്ള അല്ലെങ്കിൽ നമുക്കുള്ള നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പുറമേയുള്ള അവയവങ്ങളും ആന്തരിക അവയവങ്ങളും ഉള്ളവനായിട്ടാണ് അവൻ ഈ ഭൂമിയിലേക്ക് വന്നത്. But what was the one exceptional thing that Jesus had? എന്നാൽ നമുക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് യേശു കർത്താവിലുള്ളത്? That is sinlessness. അത് പാപരഹിതമായ ജീവിതം എന്നുള്ളതാണ്. Hallelujah. ഹല്ലേലൂയ. In his formation, in his growth, and every phase of his life, from beginning to end of his life on earth, he was blemishless, sinless. He was perfectly, completely, absolutely holy. ഓർക്കുക, അവൻ്റെ ഗർഭധാരണം മുതൽ അവൻ്റെ മരണം വരെ, അവൻ്റെ വളർച്ച തുടങ്ങി എല്ലാറ്റിനും നാം നോക്കുമ്പോൾ പാപം ചെയ്യാത്തവനായി, പാപമില്ലാത്തവനായിട്ട്, പാപരഹിതനായിട്ട്, പരിപൂർണമായിട്ടും വിശുദ്ധിയുടെ ജീവിതം നയിച്ചവനായിരുന്നു യേശു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. So in this verse, Hebrews 4:15, it says, "For we do not have high priest." We already saw that title, high priest, who is able to empathize with our weaknesses, but we have one who has been tempted in every way, just as we are, yet he did not sin. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനല്ല. That means Jesus had to go through all the temptations possible in this world. അതിന്റെ അർത്ഥം ഈ ഭൂമിയിൽ സാധ്യമായ എല്ലാ പരീക്ഷണങ്ങളിലൂടെയും യേശു കർത്താവ് കടന്നുപോയി. One thing that makes him different is that he never failed in any temptation. എന്നാൽ ഇതിൽ നമ്മിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവൻ ഒരിക്കലും ഒരു പരീക്ഷണത്തിലും തോറ്റുപോയിട്ടില്ല. Because even the angel announced, you should call him to the foster father Jesus. You should call him, you should name him Jesus, because he is to save his people from all their sins. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പ്രകാരമാണ്, നിങ്ങൾ അവനെ യേശു എന്ന് പേര് വിളിക്കണമെന്ന് പറയും. അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് എന്ന് നമ്മളോട് കാണുന്നുണ്ട്. A sinner cannot save a sinner. ഓർക്കുക, ഒരു പാപിക്ക് മറ്റൊരു പാപിയെ രക്ഷിക്കാൻ സാധ്യമല്ല. But a sinless person can save a sinful man. എന്നാൽ പാപമില്ലാത്ത ഒരുവന് പാപമുള്ള ഒരുവനെ രക്ഷിക്കുവാൻ സാധിക്കും. Now, I think in Exodus chapter 14, when God gave them the commandment regarding the Passover lamb, sacrifice of the Passover lamb, etc., God instructed very specifically that lamb should be without any blemish. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ പെസഹ കുഞ്ഞാടിനെ കുറിച്ചുള്ള കാര്യാദികളെ കുറിച്ച് മോശ വിശദമാക്കുമ്പോൾ അവിടെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം എന്നുള്ളത്, അവിടെ എടുക്കുന്ന ആട് അത് ഊനമില്ലാത്ത ആടായിരിക്കണം. And Jesus came as the Passover lamb. എന്നാൽ യേശു കർത്താവ് പെസഹ കുഞ്ഞാടായിട്ടാണ് വന്നത്. So he had to be blemishless. അവൻ ഇതുപോലെ കുറ്റമില്ലാത്ത അനിന്യനായ പാപരഹിതനായിരിക്കണം. On one occasion, Jesus even challenged, who can point out any sin in me? ഒരു സമയത്ത് യേശു കർത്താവ് വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു, നിങ്ങളിൽ ആർക്ക് എൻ്റെ പാപത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം വരുത്തുവാൻ സാധിക്കും? That much moral authority and holiness Jesus had. ഓർക്കുക, അത്രത്തോളം ധാർമ്മികതയുടെ മേൽ അധികാരവും വിശുദ്ധിയും യേശുവിനുണ്ടായിരുന്നു. But here in Hebrews chapter 4, it is said that this high priest, because he became a human being, he knows human weaknesses because he has gone through all the spectrum
spectrum of human life. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, നമുക്കുള്ള ഈ മഹാപുരോഹിതൻ മനുഷ്യരുടെ എല്ലാ ഘട്ടങ്ങളിലൂടെയും എല്ലാ അവസ്ഥകളിലൂടെയും കടന്നു പോയതുകൊണ്ട് ആ അവസ്ഥകൾ മനസ്സിലാക്കാൻ അവന് സാധിക്കുന്ന ഒരു മഹാപുരോഹിതനാണ് അവൻ. And he was tempted in all areas of his life. അതുമാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവൻ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയവനുമായിരുന്നു. And he did not sin at all. എന്നാൽ പാപം അവൻ ഒരിക്കലും ചെയ്തിട്ടില്ല. I'm going to take you to John chapter 20. ഇനിയിപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകട്ടെ. 28 and 29. 28-29 വചനങ്ങൾ. Thomas said to him, "My Lord and my God." Then Jesus told him, "Because ye have seen me, ye have believed. Blessed are those who have not seen and yet have believed." തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. Yes. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. Thomas called out, "My Lord and my God." തോമസ് ഇവിടെ ഉറക്കെ വിളിക്കുകയാണ്, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. Jesus never said, "Don't call me Lord, don't call me God. I'm not God. I'm just a human being. I'm just a priest. I'm just a prophet." No. He accepted that statement. എന്നാൽ യേശു കർത്താവ്, അയ്യോ എന്നെ ദൈവമെന്നും കർത്താവെന്നൊന്നും വിളിച്ചേക്കല്ലേ, ഞാനൊരു കൊച്ചു പ്രവാചകൻ മാത്രമാണ്, നിങ്ങളുടെ ഇടയിലേക്ക് വന്ന് പറയാൻ വേണ്ടി വന്നൊരു വ്യക്തി മാത്രമാണ് എന്ന് യേശു അവിടെ പറഞ്ഞതായി കാണുന്നില്ല. പകരം അവൻ തോമസ് വിളിച്ചതിനെ അവൻ അംഗീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. And Matthew chapter 16, you know the famous occasion where Peter said, "You are the Christ, the Son of the living God." മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിൽ യേശു കർത്താവിനെ കുറിച്ച് പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞു. Jesus agreed and he said, "Not flesh and blood, but my Father in heaven revealed this to you." ഈ കാര്യത്തെ തികച്ചും സമ്മതിച്ചുകൊണ്ട് യേശു കർത്താവ് അതിനെ ഒരിക്കലും ധിക്കരിച്ചില്ല, മറിച്ച് യേശു അതിനെ സമ്മതിച്ചുകൊണ്ട്, പത്രോസേ, ഇത് നിനക്ക് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവനെ പ്രോത്സാഹിക്കുകയാണ് ഉണ്ടായത്. Now one more verse, very 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 important verse I'm going to show you. ഇനി ഒരു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വചനം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുകയാണ്. Hebrews 1:8. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വചനം. But about the Son he says, "Your throne, O God, will last forever and ever. A scepter of justice will be the scepter of your kingdom." പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. People are confused reading this. ഇത് വായിക്കുമ്പോൾ ജനങ്ങൾക്കാകെ ആശയക്കുഴപ്പമുണ്ടാകാറുണ്ട്. God the Father is speaking to God the Son and he says, "Your throne, O God," not O Son, not O King, not O man, but O God. God the Father is addressing Jesus Christ, God. അവർക്ക് പിതാവാം ദൈവം ഇവിടെ പുത്രനോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ കാണുന്നത് നിന്റെ സിംഹാസനം ദൈവമേ എന്നും എന്നേക്കുമുള്ളത്. ഓർക്കുക, പിതാവാം ദൈവം പുത്രനെ പുത്ര എന്ന് വിളിച്ചിട്ടല്ല സംസാരിക്കുന്നത്, മറിച്ച് ദൈവമേ എന്ന് അഭിസംബോധന ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. What more proof do you want? ഇനി ഇതിനേക്കാൾ അധികം വലിയ തെളിവ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? Hallelujah. Hallelujah. Jesus Christ is God himself. യേശു ക്രിസ്തു ദൈവം തന്നെയാണ്. Hallelujah. Hallelujah. He's the second one in the Holy Trinity. ഓർക്കുക, വിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമനാണ് അവൻ. Hallelujah. Hallelujah. Rest of our life is his. ഓർക്കുക, നമ്മുടെ ഇനിയുള്ള ജീവിതം അവൻ്റേതാണ്. And if you don't give the rest of your life to him, your life will be meaningless and your life will end in damnation. ഓർക്കുക, ഇനിയുള്ള ജീവിതം കർത്താവിന് വേണ്ടി കൊടുക്കുന്നില്ല എങ്കിൽ അത് തികച്ചും അർത്ഥശൂന്യവും നാശമുഖവുമായിരിക്കും. And that's what the Bible says. അതാണ് ബൈബിൾ പറയുന്നത്. Let's pray. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Heavenly Father, I bless your people. കർത്താവേ, ഇപ്പോൾ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. Give us more and more insights and revelation into
the person Jesus Christ. യേശുക്രിസ്തു എന്ന വ്യക്തിത്വത്തെക്കുറിച്ചുള്ള കൂടുതൽ കർത്താവേ ജ്ഞാനം വെളിപ്പാടുകൾ ഞങ്ങൾക്ക് നൽകണമേ. Father Lord, stretch forth your hands and heal your people. കർത്താവേ പിതാവേ അങ്ങയുടെ കൈകൾ നീട്ടി ഇപ്പോൾ രോഗികളെ അങ്ങ് സൗഖ്യമാക്കണം. Asthma be healed in Jesus' name. ആസ്മ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. Let people come out of their drinking habits. അതുപോലെ തന്നെ മദ്യപാനത്തിന്റെ ദുശീലത്തിൽ നിന്ന് ചില വ്യക്തികൾ പുറത്തേക്ക് വരികയാണ്. Somebody is getting healed from lower back pain. അതുപോലെ തന്നെ പുറം വേദനയിൽ നിന്ന് ചില വ്യക്തികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുകയാണ്. Something like a compression of discs, the Lord is healing, rectifying, fixing right now. ഇപ്പോൾ ഡിസ്കിന്റെ ചില കംപ്രഷൻ പോലുള്ള ചിലത്, ഇടുങ്ങിയിരിക്കുന്ന ചിലത് ഇപ്പോൾ കർത്താവ് അത് സൗഖ്യമാക്കുകയാണ്. Somebody's kidneys are getting healed right now. ആരുടെയോ വൃക്കകൾ ഇപ്പോൾ സൗഖ്യമാവുകയാണ്. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ Arthritis be healed in Jesus' name. സന്ധിവാതം ഇപ്പോൾ സൗഖ്യമാകട്ടെ. You can stretch forth your hands and receive your healing now in Jesus' name. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കൈകൾ നീട്ടിക്കൊണ്ട് നിങ്ങളുടെ സൗഖ്യത്തെ പ്രാപിച്ചാലും യേശുവിന്റെ നാമത്തിൽ സൗഖ്യം. There is a lady who is so sad because of a severe hair fall. The Lord is fixing that problem now in Jesus' name. ഇപ്പോൾ ഒരു സഹോദരി, നിങ്ങൾക്ക് വളരെയധികം മുടികൊഴിച്ചിന്റെ അസുഖം നിങ്ങളെ ബാധിച്ചിരിക്കുകയാണ്. നിങ്ങൾ വളരെ സങ്കടത്തിലാണ്. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. And some people are coming out of suicidal tendency. അതുപോലെ തന്നെ ചില വ്യക്തികൾ ആത്മഹത്യ പ്രവണതയിൽ നിന്ന് പുറത്തു വരികയാണ്. Hallelujah. ഹല്ലേലൂയ. And smoking habits. അതുപോലെ തന്നെ പുകവലിയുടെ ശീലം. A lot of addictions are leaving people. ഇത്തരത്തിലുള്ള പല ദുശീലങ്ങളും ജനങ്ങളെ വിട്ടു മാറുകയാണ്. Amen. ആമേൻ. And if anybody is affected by COVID-19, you or somebody connected to you, you can call up the prayer line or you can send the prayer request to Blessing Today WhatsApp number. നിങ്ങളിൽ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും COVID-19 ബാധിച്ച് പ്രയാസത്തിലായിരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്രെയർ ലൈൻ നമ്പറിലേക്ക് വിളിച്ച് ആ വിവരങ്ങൾ നൽകാം. അല്ല എങ്കിൽ ബ്ലെസ്സിംഗ് ടുഡേയുടെ വാട്സ്ആപ്പ് നമ്പറിലും നിങ്ങൾക്ക് ആ വിവരങ്ങൾ നൽകാൻ സാധിക്കും. God bless you all. See you tomorrow. Bye-bye. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും നാളെ കാണാം. ബൈ. ധൈര്യമായി വിളിക്കാം അപ്പാ പിതാവേ, പുതുജീവനേകി പുതുഭാഷയോടെ. ധൈര്യമായി വിളിക്കാം അപ്പാ പിതാവേ, പുതുജീവനേകി പുതുഭാഷയോടെ. ധൈര്യമായി വിളിക്കാം അപ്പാ പിതാവേ, പുതുജീവനേകി പുതുഭാഷയോടെ. ധൈര്യമായി